ഡോക്ടർ എല്ലാവർക്കും അറിയാവുന്ന വല്യത്തൻ സാർ പറയുന്നത് പോലെ നമ്മൾ ഒരു ഗവേഷണം അതിൻ്റെ അവസാനത്തെ കണ്ണിയായ പേഷ്യൻസിലെത്തുമ്പോഴേ പൂർണ്ണമാവുകയുള്ളൂ എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടത് ഡോക്ടർമാരും ഗവേഷകരും അതുപോലെ ഇൻഡസ്ട്രിയും കൂടി ഒരുമിച്ച് പോകുമ്പോഴേ പറ്റുള്ളൂ. അപ്പോൾ സാറിൻ്റെ ഈ 2 പ്രോഡക്റ്റുകൾ അന്ന് തുടങ്ങുമ്പോൾ തന്നെ, ഒന്ന് ഹാർട്ട് വാൽവ് പോലെ, അതായത് ലോ വോളിയം ഹൈ വാല്യൂ പ്രോഡക്റ്റും അതുപോലെ ഹൈ വോളിയം ലോ വാല്യൂ പ്രോഡക്റ്റ് ബ്ലഡ് ബാഗ് പോലെ, രണ്ടും നമ്മൾ ഈ ഇമ്പോർട്ടിനെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു സമയത്താണ് ഈ 2 പ്രോഡക്റ്റുകൾ. അപ്പം ഈ 2 പ്രോഡക്റ്റുകളും പറയുമ്പോൾ എല്ലാവരും കൂടുതലൊരു കൂട്ടായ ശ്രമമാണ്. കാരണം ഈ ഒരു ഐഡിയേഷൻ, നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കണു, അവിടെ തൊട്ട് അതിൻ്റെ പ്രോട്ടോടൈപ്പുകൾ ഉണ്ടാക്കുന്നു, പിന്നെ അതിൻ്റെ വിവിധ തരത്തിലുള്ള ടെസ്റ്റുകളും ഇവാലുവേഷനുകളും നടക്കുന്നു. ഈ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം അത് ആനിമൽ മോഡലുകളിൽ ചെയ്യുന്നു, അതിൻ്റെ റിവ്യൂസ് വരുന്നു. അത് ഒരുപക്ഷെ നമ്മുടെ എല്ലാ റിസ്ക്കും അത് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പിന്നെ മനുഷ്യ ശരീരത്തിലുള്ള ക്ലിനിക്കൽ ട്രയൽസിൽ ഇതിനുള്ള റെഗുലേറ്ററി അപ്രൂവലുകളും എല്ലാം നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഇത്രയും കോംപ്രിഹെൻസീവായ ഒരു ഇംപ്ലാന്റബിൾ ഡിവൈസ്, ഡോക്ടർ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ഇംപ്ലാന്റ് ഡിവൈസിന് 6, 8, 10 കൊല്ലം തന്നെ ചിലപ്പോൾ വേണ്ടി വരും അത് മുഴുവൻ സേഫ്റ്റി ആക്കാൻ. അതുപോലെ തന്നെ വേറൊരു വലിയൊരു ഇംപ്ലാന്റബിൾ ഡിവൈസ് ആയിട്ടുള്ള ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന LVAD, ലെഫ്റ്റ് വെൻട്രിക്കിൾ അസിസ്റ്റ്, ഒരുതരം ആർട്ടിഫിഷ്യൽ ഹാർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേറ്റർ, ഇങ്ങനെയുള്ള ഇംപ്ലാന്റബിൾ ഡിവൈസുകളുണ്ട്. അതായത് ആക്റ്റീവ് ഡിവൈസുകളിലെ ഗവേഷണം നടന്നുകൊണ്ട് അതിൻ്റെ പല വിവിധ സ്റ്റേജിലുകളാണ്. അതുപോലെ ബയോ മെറ്റീരിയൽസുകളുണ്ട്. ഉദാഹരണത്തിന് കൃത്രിമ എല്ലും പല്ലും അങ്ങനെയുള്ള പല വിഭാഗങ്ങളുള്ള അതിൻ്റെ ഗവേഷണവും അതിൽ തന്നെ പലതും ടെക്നോളജി ഇപ്പോൾ ഇൻഡസ്ട്രികളിലൂടെ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പോൾ മുമ്പ് പറഞ്ഞ അഗാപ്പെ പോലുള്ള കമ്പനികൾ ഉണ്ടാക്കുന്ന ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ അന്ന് കോവിഡ് സമയത്ത് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അന്ന് ഒരു കൂട്ടായിട്ട് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുകയും അതുപോലെ റെഗുലേറ്ററി അപ്രൂവൽസും വളരെ ഫാസ്റ്റായിരുന്നു. അത് ഇൻഡസ്ട്രിക്കും ഇതാണ്. അപ്പോൾ ഏറ്റവും നമ്മൾ ഇൻഡസ്ട്രികൾ അത് ആക്റ്റീവായിട്ട് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ട് ലക്ഷ്യം. അപ്പോൾ ഈ ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ ഇനിയിപ്പോൾ വളരണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു ഇപ്പോൾ കോവിഡ് കഴിഞ്ഞപ്പോൾ കോവിഡിൻ്റെ ഉപയോഗം കുറഞ്ഞ് നിങ്ങളൊരു ഫീവർ പാനൽ, ഇപ്പം നമുക്ക് ഏത് തരം ഒരു പനിയാണുണ്ടെന്ന്, അത് ചിക്കൻ ഗുനിയാണോ അത് ഡെങ്കു ആണോ അങ്ങനെ തിരിച്ചറിയാവുന്ന ഒരു സിമ്പിൾ ഒരു കിറ്റ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഡയഗ്നോസിസ് ഫാസ്റ്റ് ആകും, ട്രീറ്റ്മെൻറ്റ് നമുക്ക് വേറെ തരത്തിലെടുക്കാം. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ വാൽവ് പോലെ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയകൾക്ക് പകരം നമ്മൾ ട്രാൻസ് കത്തീറ്റർ വഴി, ഒരു കത്തീറ്റർ വഴി കടത്തി നമ്മൾ സ്റ്റെൻറ്റ് കടത്തുന്ന പോലെ തന്നെ ഈ ഹൃദയത്തിൻ്റെ ഹോളുകൾ അടയ്ക്കുക, അല്ലെങ്കിൽ വാൽവ് റീപ്ലേസ്, ഇങ്ങനെയുള്ള സങ്കേതങ്ങളും ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഗവേഷണം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് എപ്പോഴും പുതിയ പുതിയ സങ്കേതങ്ങളും ഈസ് ഓഫ് ആപ്ലിക്കേഷൻ, എളുപ്പം ഡോക്ടർമാർക്ക് എളുപ്പം ഉപയോഗിക്കാൻ പറ്റും, രോഗിക്ക് ഏറ്റവും സുഖകരമാക്കുക, ഇങ്ങനെയുള്ള എല്ലാ ആവശ്യങ്ങളും ഇതിൻ്റെ പാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള ഒരു ശ്രീചിത്രയിൽ അന്നത്തെ നമ്മുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് പറയുന്ന അവർക്ക് ചെയ്തു വെച്ചുള്ള ഒരു വലിയ കാരണം ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഇതുണ്ട്. അതായത് ബേസിക് ടെസ്റ്റുകൾ തൊട്ട് അതിൻ്റെ ഇവാലുവേഷൻ ഓരോ കടന്ന്, പിന്നെ ഈ ഇവാലുവേഷൻസ് എല്ലാം ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മളൊരു ബയോമെഡിക്കൽ ടെസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പം അത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിന് വിധേയമായിക്കൊണ്ടിരിക്കണം. ഉദാഹരണത്തിന് അതിനുവേണ്ടി കഴിഞ്ഞ 20 വർഷമായിട്ട് നമ്മൾ കോഫ്രാക്ട് എന്ന് പറഞ്ഞ ഫ്രഞ്ച് അക്രഡിറ്റേഷൻ ഏജൻസിയാണ്. കാരണം ഇന്ത്യയിലുള്ള അക്രഡിറ്റേഷൻ ഏജൻസിയായ NABL പോലുള്ളവർക്ക് ചില പരിമിതികളുള്ളതുകൊണ്ട് നമ്മളത് ഈ പറഞ്ഞ രാജ്യാന്തരമായിട്ടുള്ള ഇത്തരം അക്രഡിറ്റേഷൻ ഏജൻസികൾ, അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ സേഫ്റ്റി അഷ്വർ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും എല്ലാ തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിലേ മാത്രമേ അത് നമുക്ക് തിരിച്ച് ഹ്യൂമൻ ബീങ്ങിൽ, അതായത് മനുഷ്യ ശരീരത്തിൽ വെക്കാൻ ഉതകുന്നുള്ളൂ. അതിൻ്റെ ഒരു വലിയ ഒരു ശൃംഖല തന്നെ ഈ കഴിഞ്ഞ 40-50 വർഷമാകുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതുള്ളതാണ് ചിത്രയുടെ ഒരു വിജയത്തിൻ്റെ ഒരു പ്രധാന കാരണം നമുക്ക് സേഫ്റ്റിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് മിനിമമായിട്ട് ഈ പറയുന്ന ഓരോ ഡിവൈസും ഉണ്ടെപ്പോഴും ഞങ്ങളെപ്പോലുള്ള ഓരോരുത്തർക്കും അത് മുഴുവൻ അതിൻ്റെ ഫംഗ്ഷൻ മുഴുവൻ ചെയ്ത് തീർക്കണം എന്ന് തന്നെയാണ്. അപ്പം അതിന് ഒരു ഫെയിലിയറും വരാനും പാടില്ല. അപ്പോൾ അതിനുള്ള ടെസ്റ്റുകൾ, അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഗവേഷണം കുറച്ച് നീണ്ടുപോകുന്നത് മനുഷ്യരിൽ എത്തുമ്പോൾ. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും അതിൻ്റെ സേഫ്റ്റിയെ നമ്മൾ വളരെ ഇതായിട്ട് മുൻനിർത്തുകയാണെങ്കിൽ നമുക്ക് ക്വാളിറ്റി പ്രോഡക്റ്റുകൾ അത് വർഷങ്ങളോളം അത് മാർക്കറ്റിലും രോഗികളും പ്രയോജനമായിട്ട് വരികയും ചെയ്യും. ഇതിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നു, അതൊരു പ്രോഡക്റ്റായിട്ട് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം അതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിംഗ് എല്ലാം ചെയ്യുന്നു, അതിനുശേഷം നമ്മളത് അനിമൽസിൽ ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ സ്റ്റെൻറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ കാർഡിയോളജിസ്റ്റ് നമ്മൾ പോയിട്ടാണ് അനിമൽ സ്റ്റഡീസ് ചെയ്യുന്നത്.
ഇപ്പോൾ സർജിക്കൽ വാൽവ് ഇംപ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ കാർഡിയക് സർജൻസാണ് പോയിട്ട് അനിമൽസിൽ, ഷീപ്പിലും പിഗിലും ഒക്കെ പോയിട്ട് സർജറി ചെയ്തിട്ട് ആണ് അത് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് ആ ഒരു ഷീപ്പിനെ ഓട്ടോപ്സി ചെയ്തിട്ട് അതിൻ്റെ എങ്ങനെയുണ്ട്, അതിൻ്റെ ഹിസ്റ്റോപെത്തോളജി എല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ടാണ് ഒരു ഡിവൈസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അറിയുന്നത്. സ്റ്റെൻറ്റിനെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് സ്റ്റെൻറ്റും സാധാരണ ഉപയോഗിക്കുന്ന ഒരു സ്റ്റെൻറ്റും പിഗിലോട്ട് കടത്തിയിട്ട് അതിൻ്റെ ഒരു ഹിസ്റ്റോപെത്തോളജി പരിശോധന ചെയ്ത് നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വർഷങ്ങളെടുത്തിട്ടാണ് ഒരു പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ഫെയിലിയേഴ്സ് വരും. നമ്മൾ എല്ലാ പ്രോഡക്റ്റും വിജയിക്കണമെന്നില്ല. നമ്മളൊരു 10 പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ അതിലൊരു 2 പ്രോഡക്റ്റ് ശരിക്കും വിജയിക്കുകയുള്ളൂ. അപ്പോൾ ഒരുപാട് പരാജയങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാരുടെ എഫർട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു ബയോമെഡിക്കൽ ഡിവൈസ് സക്സസ്ഫുൾ ആവുന്നതിന് ഒരു പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് ആൾക്കാരുടെയും ഒരുപാട് ടെക്നോളജിയുടെയും ഒരുപാട് പല ലെവലിലുള്ള പ്രവർത്തനങ്ങളും വളരെ അത്യാവശ്യമാണ്. ശരി, രാജ്യാന്തര തലത്തിലുള്ള നമ്മുടെ ഇത്തരം ഈ ഇൻവെൻഷൻസിൻ്റെ ഒരു ഡിമാൻഡ് എങ്ങനെയാണ്? പൊതുവേ മറ്റ് പല രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോഴും നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ വാൽവിനൊക്കെ വിലയും വളരെ കുറവാണ് എന്നും കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് അത് അങ്ങനെ കൊടുക്കാൻ കഴിയുന്നത്? ഈ ഡിമാൻഡിനനുസരിച്ച് നമുക്കിപ്പോൾ സപ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ? അത് നേരിടുന്ന മറ്റ് പ്രതിസന്ധികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ചിത്ര വാൽവിനും ബാക്കിയുള്ള വാൽവുകളെക്കാട്ടിലും വില കുറവാണ്. പക്ഷേ നമ്മൾ അത് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ചിത്ര വാൽവും സെയിൻറ്റ് ജൂഡ് വാൽവ് എന്നുള്ള അമേരിക്കൻ വാൽവുമായിട്ടുള്ള ഒരു പഠനം 750 പേഷ്യൻസിൽ ചിത്ര വാൽവും വെച്ചു സെയിൻറ്റ് ജൂഡ് വാൽവും വെച്ച പേഷ്യൻസിനെ നമ്മൾ 2.5 വർഷത്തോളം നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് നോക്കിയതിൽ നമ്മുടെ വാൽവ് ആ ഇമ്പോർട്ടഡ് വാൽവിൻ്റെ പോലെ തന്നെയാണ്, കുറച്ചുകൂടെ ചില ആസ്പെക്റ്റിൽ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്ര കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാൽവാണ് നമ്മളത്. മാത്രമല്ല ഈ വാൽവിന് ഗ്രേഡിയൻ്റ് എന്ന് പറയും, അതായത് വാൽവിന് പ്രഷർ വ്യത്യാസം അത് ബാക്കിയുള്ള വാൽവിനേക്കാളും ചില ആസ്പെക്റ്റിലൊക്കെ വളരെ ബെറ്ററാണ് നമ്മുടെ വാൽവ്. അപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ ഒരു പ്രോഡക്റ്റിനെ 100% നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്രോഡക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കോൺഫിഡൻസ് നമുക്ക് ഈ സ്റ്റഡികളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഒരു പ്രധാനം. നമുക്ക് എപ്പോഴും നമ്മൾ ഡേറ്റ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് എല്ലാവരുടെയും മുമ്പിൽ പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റഡികൾ നടത്തിയിട്ട് നമ്മൾ 750 പേഷ്യൻ്റ് സ്റ്റഡി പബ്ലിഷ് ചെയ്തു. വേറെയും പല സ്റ്റഡികളും ചിത്ര വാൽവിനെ പറ്റിയുണ്ട്. എല്ലാം പ്രൂവ് ചെയ്യുന്നത് നമ്മുടെ വാൽവ് ഈസ് ആസ് ഗുഡ് ആസ് ഓർ ബെറ്റർ ദാൻ എനി അതർ വാൽവ് വിച്ച് ഇസ് അവൈലബിൾ, മെക്കാനിക്കൽ വാൽവ്.